ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. അപ്പോൾ 5-ാം തീയതി എന്ന് പറയുന്നത് 2 കേസായിരുന്നു ഹയർത്തിനെ ഒരേ കോടതിയിൽ ഒരേ ബെഞ്ചിൽ വന്നിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ വീഡിയോ ചെയ്തതാണ്. ഇനി അത് തന്നെ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നത് ചില ആൾക്കാരുടെ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്. അവർ പറയുന്നത് ശരിയാണ്, നമ്മൾ തന്നെയാണ് കേസ് നീട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് പി ഹാജരായിരുന്നില്ല എന്നതാണ്. പി ഹാജരായിരുന്നില്ല എന്നത് രേഖകളിൽ കാണുന്നില്ല. എങ്കിലും ഇത് ചിലപ്പോൾ ഇവർക്ക് അറിയുമായിരിക്കും. ഇപ്പോൾ ഹാജരാവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തവണയും പി ആയിരുന്നു നീട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ആദ്യത്തെ തവണ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ട് നീട്ടിവെക്കണം. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ വേണ്ടി നീട്ടിവെക്കണം. ഇന്നെന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ വേണ്ടി നീട്ടിവെക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ആ അന്വേഷിച്ച കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി, റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നീട്ടിവെക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഉണ്ടാവേണ്ടിയിരുന്നത് ആ റിപ്പോർട്ടിൻ്റെ സമർപ്പണമായിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കാൻ വേണ്ടി ഹൈറിച്ചിൻ്റെ വക്കീൽ ഒത്തുകളിച്ചതാണ് ഇന്ന് നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ കഥം, പിന്നെ ഇത് നീട്ടിവെക്കൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഈ കേസ് വിളിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാവരും തന്നെ കേട്ടതാണ്, നീട്ടിവെക്കാൻ ആസ് യൂഷ്വൽ നീട്ടിവെക്കാണല്ലേ എന്ന് പരിഹാസ രൂപേണ ജഡ്ജ് ചോദിച്ചതും കൂടിയാണ്. ആസ് യൂഷ്വൽ നീട്ടിവെക്കുകയാണല്ലേ എന്ന്. അപ്പോൾ വിളിച്ച പാടെ തന്നെ ഇവർ പറഞ്ഞത് നീട്ടിവെക്കണം എന്നാണ്. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ജഡ്ജി ചോദിക്കുമായിരുന്നു എവിടെ പി എവിടെ, പി പ്രസൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അതിനൊന്നും ഇട നൽകാതെ ഇവരുടെ വക്കീല് കേസ് 202 എന്ന് വിളിച്ചപ്പോൾ തന്നെ നീട്ടിവെക്കാൻ പറയുന്നു. എപ്പോഴാണ് നീട്ടിവെക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അടുത്ത ബുധനാഴ്ചയാണോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ബുധനാഴ്ചയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അധികം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ഇവരെ പഞ്ഞിക്കിടുമെന്നുള്ള ബോധ്യത്താൽ ഒരാഴ്ചത്തേക്ക് മാത്രം നീട്ടിവെക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരാഴ്ചത്തേക്ക് നീട്ടിവെക്കാനുള്ളതാണ് ഈ കേസ്, അല്ലാതെ വാദിക്കാൻ ഉള്ളതല്ല. ഈ കമ്പനിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ബഡ്സ് ആക്ട് വന്ന സമയത്ത് ഈ കമ്പനി ക്ലോസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വക്കീലൊന്നും തന്നെ ഈ കമ്പനിയോടൊപ്പം ഇല്ല എന്നതാണ്. അവർക്കറിയുന്ന ഈ കമ്പനിയുടെ പ്ലാനുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ 3 മാസത്തിനപ്പുറം കേസ് ഏറ്റെടുത്ത ഈ വക്കീലിനെ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഇത് നീട്ടിവെക്കാനുള്ളതല്ല. അടുത്ത പ്രാവശ്യം പി വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു കേസാണ്. ഇതിനെക്കുറിച്ച് സജീവമായിട്ട് ED കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അന്വേഷണത്തിലാണ്. കേരള പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് നിങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്, വായിച്ചതാണ്. എന്നിട്ടും നിങ്ങൾക്കൊന്നും ഈ കമ്പനി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പണം പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബൈ.